എന്തിട്ട പരിപാടി മക്കളെ. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകാന്നുള്ള പരിപാടി ആയിട്ടാ. കാലത്ത് 11 മണിയായി എനിക്കിപ്പോൾ 1 മണി അതിൻ്റെ 2 മണിക്ക് ഇവിടെ ഇറങ്ങാന്നുള്ള പരിപാടിയാണ്. നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ കണ്ട. എൻ്റെ സൈക്കിളൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബാഗും കൂടി ഉള്ളൂ. സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. എൻ്റെ 2 ബാഗുണ്ട്. അഷ്കറിൻ്റെ ഫുള്ള് സെറ്റ് ആയിട്ടില്ല. അഷ്കറെ പോകല്ലേ നമുക്ക്. എന്നിട്ട് മറ്റൊരു പാട്ടില്ലേ, വീട പറയുകയാണോ. അങ്ങനെ ഇവിടുന്ന് പോകാനുള്ള പരിപാടി. 2 വഴിക്കാണ്. അരുണാചൽ ഞാൻ മേഘാലയ. അങ്ങനെ പ്ലാനിങ്. നല്ല ചൂടുണ്ട്. അത് ചൂട് വലിയ ചെല്ലുന്ന അറിയില്ല കേട്ടോ. 1 മണി 1:15 കഴിഞ്ഞിട്ട് പോകും. 2 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചിരിക്കണേ. അങ്ങനെ സൈക്കിൾ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇപ്പോൾ ഇവിടുന്ന് നേരെ അത് പോവുക കൊണ്ടേക്ക് റൂമിൽ കണ്ണാടണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കാണാട്ടത്. അങ്ങനെ നാട്ടിൽ പോയാൽ തന്നെ ക്ഷീണം മാറിയില്ല. വയറൊക്കെ അതേപോലെ ഉണ്ട്. സെറ്റാണ്. അങ്ങനെ പോകാൻ നോക്കട്ടെ. അപ്പം നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും ഇനി കണ്ടുപിട്ടാൽ ഞാൻ ഗുവാഹട്ടിക്കിന് എത്തണല്ലേ. ഗുവാഹട്ടിക്കിന് എത്തണം. നീയെ വേറെ എന്തായാലും കുറച്ച് നാൾ എടുക്കില്ലേ. നീയെ അരുണാചൽ പോവാ. പിന്നെ പിടിക്കുക അരുണാചൽ കഴിഞ്ഞ നാഗാലാൻഡ്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ കഴിഞ്ഞു. പിന്നെ സിക്കിം. പിന്നെ അത് ഗുവാഹട്ടി കൂട്ടി ചെയ്ത് പ്രവർത്തിക്കും വേണം. പിന്നെ ഞാനും പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് മേഘാലയ പോവുക. മേഘാലയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഫെസ്റ്റിവല് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ചെറിയ ഫെസ്റ്റിവലാ. എന്നിട്ട് ചെറിയ ഫെസ്റ്റിവലിന് കയറണമെന്നുണ്ട്. പിന്നെ നാഗാലാൻഡിലത്തെ പരിപാടി. നാഗാലാൻഡിൽ പിക്ക് ചെയ്ത് ഞാൻ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇറങ്ങും. പിന്നെ ത്രിപുര, മറ്റേ മിസോറാം, മണിപ്പൂർ ജസ്റ്റ് കറങ്ങുക. വേറെ ഞാൻ പെട്ടെന്ന് കേറിയിട്ട് ഇറങ്ങുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. 2-3 ദിവസം നിൽക്കുക. അങ്ങനത്തെ വല്ല പരിപാടി നോക്കുക. വ്യൂ പോയിന്റ് കണ്ട് മടുത്തു. എന്തോരം വ്യൂ പോയിന്റ്. അത് ഈ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാലേ ഇപ്പൊ വേറൊന്നുമില്ല. നീ അന്നാ പോകുമ്പോ ബോട്ടിൽ പോയിന്റ് നടന്നില്ലേ? അതായത് ത്രിപുരല്ലേ ഗവൺമെന്റിന്റെ ആൾക്കാരുടെ പോകാൻ. അതൊക്കെ എടപ്പം സാധന. കല്ലൊക്കെ കൊത്തിയിട്ട് പണ്ടല്ലേ. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വന്നതായിരിക്കും. കൊത്തി ഞാൻ അത് കണ്ടപ്പോ നല്ല രസം ഉണ്ടായിരുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നു വേറെ. അങ്ങനെ പോവാൻ നോക്കാം. ഇന്നിപ്പോ ഇവിടുന്ന് ഞാൻ എങ്ങോട്ടാ പോകാനുള്ള പ്ലാനി? ഇന്നിപ്പോ അധികം ദൂരം പോയില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയോടത്ത് സ്റ്റേ ആയി. അല്ല ഇനിയിപ്പോ ഇവിടുന്ന് കിട്ടിയോടത്ത് പിടിക്കുക. 4-5 മണി നമ്മൾക്ക് ഇരുട്ടാവും. പിന്നെ അതാണ് പ്രശ്നം. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. 5 മണിക്ക് 5:15 നമ്മൾക്ക് ഫുള്ള് ഇരുട്ടാവും. അപ്പോൾ അതിന് മുന്നേ എടുക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. നോക്കട്ടെ എന്തായാലും. അപ്പോൾ ശരി. അങ്ങനെ നമ്മുടെ സൈക്കിൾ സെറ്റായിട്ടാ. കണ്ടോ അഷ്കറിൻ്റെ സെറ്റായി. കേരളത്തിൽ നിന്നിറങ്ങിയ 2 ആൾക്കാരുടെ പാണ്ടക്കെട്ടുകൾ ഏകദേശം ഇത്ര ഉണ്ട്. ആസാമിൽ ഒട്ടിച്ച് കണ്ടുപിട്ടിയത്. മറ്റേ നമ്മളെ ശരിക്കും പാട്ടപ്പറക്കുകൾ സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ലേ. ഫുള്ള് നല്ല ഇത്രയ്ക്ക് സാധനങ്ങളുണ്ട്. ഞാൻ ചേട്ടാ എൻ്റെ കയ്യിൽ സാധനങ്ങൾ കൂടുതലാണ്. പക്ഷേ ഇവൻ്റെ നോക്കിയേ. ഇവൻ്റെ കയ്യിൽ പക്ഷേ എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ബാഗ് കുറച്ച് വലുതായിരുന്നു. ഇത്ര ഇതായിരിക്കണം. പക്ഷെ വെയിറ്റ് ഇല്ല. പക്ഷെ കാണുമ്പോൾ ഗുമ്മുണ്ടെന്നുള്ളോ. എന്ത് ചെയ്യാൻ. ഇവൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഇവൻ്റെ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിപ്പുണ്ട് തന്നെ സ്ലീപ്പിംഗ് ബാഗ്. അല്ല ഇതിനേക്കാളും വലിപ്പുണ്ട് തന്നെ വീർത്ത്. പക്ഷെ വെയിറ്റ് ഇല്ല. അത് കാരണം ഇത്ര വെയിറ്റ് നോക്കി നിൽക്കണ്. പക്ഷെ എൻ്റെ 2 ജോഡി ഡ്രസ്സ് തന്നെയുള്ളൂ. അങ്ങനെ നമ്മളിനി ഇവിടുത്തെ ഓണർ പുറത്തേക്ക് പോയി ആൾ വരിക. ആളോട് ബൈ പറയുക പോവുക. അപ്പോൾ ശരി മക്കളെ. അങ്ങനെ നമ്മൾ പോകാനുള്ള പരിപാടിയായിട്ട് 2 സൈക്കിളൊക്കെ സെറ്റാക്കി വെച്ചത്. അങ്ങോട്ട് ബായിമാരൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇതാ ഇവിടെ സെറ്റാണ്. ഒന്നും ശല്യമില്ല. കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് ബായ് പറഞ്ഞിട്ട് പോകാൻ ഇതൊക്കെ തിരക്കില്ല. അങ്ങനെ അപ്പോൾ ശരി കേട്ടോ. അവരോടൊക്കെ ബായ് പറഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ 2 ആൾ യാത്ര പറഞ്ഞ് പോകുകയായി. ഇതാ ഞാൻ പോവുക. ഇവിടെ അരുണാചൽ റൂട്ട് പിടിക്കുന്നു. ഞാനിവിടെ നേരെ മേഘാലയ റൂട്ട്. അങ്ങനെ ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ 4 കിലോമീറ്റർ കഴിഞ്ഞാൽ എനിക്ക് ലെഫ്റ്റാ. 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് 3.9 കിലോമീറ്റർ കഴിഞ്ഞ. അങ്ങനെ ചെക്കനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. വേറെ പരിപാടികളൊന്നുമില്ല. അടുത്ത പരിപാടി പിടിക്കുക ഉണ്ടല്ലേ. നോക്കി
ചമ്മരമിലേക്ക് ചിത്രം അടിച്ചുള്ള നോക്കി റേറ്റ് സാധനമില്ലേ പുതിയ ബാഗ് കിട്ടിയപ്പോഴേ പുതിയ ബാങ്കിൻ്റെ ഒരു അഹങ്കാരം ഇരിക്കണില്ല അങ്ങോട്ട് കേട്ടോ ശരിട്ടാ. ഇന്നിപ്പോൾ സമയം 2:45 ഏറി വന്നു കഴിഞ്ഞാൽ 4 മണി വരെ കിട്ടുക. കിട്ടിയ സ്ഥലത്ത് സ്റ്റേ അടിക്കുക. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ലെങ്കിൽ അത്ര മാത്രമല്ല മുമ്പ് പരിപാടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സൈക്കിളെ ഓടിയിട്ടേ ഷിലോങ് പോണ വഴി കയറി. ആ ഗുവാഹട്ടിയിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഷിലോങ്ങിലേക്ക് കയറണ വഴി ഗംഭീര മോശമില്ല. ചവിട്ടി കയറാൻ പിന്നെ കയറ്റാ. പക്ഷെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഇറക്കം കിട്ടി. ഇപ്പോൾ കുറച്ച് പ്ലെയിൻ റോഡ് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കയറ്റാന്ന് പറഞ്ഞേ. ചവിട്ടി കയറ്റാൻ പറ്റുമെന്ന് പറഞ്ഞേ. ചിലവർ പറഞ്ഞ ചവിട്ടി കയറ്റാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇപ്പോൾ സമയം 4 മണിയാവാറ് അതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 മണിയാവെന്ന് പറഞ്ഞാൽ ഇരുട്ടാവാൻ. ഷീലോങ്ങൊക്കെ എത്തിയിട്ട് പിന്നെ അവിടെ കഴിഞ്ഞ് പിന്നെ 4 മണി 4:30 നമ്മൾക്ക് ഇരുട്ടാവെന്ന് പറഞ്ഞേ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇങ്ങോട്ടുള്ള യാത്രകൾ കിലോമീറ്ററിൽ കുറവും ചോട്ടാൻ പറ്റും. വേഗം ഇരുട്ടായി കഴിഞ്ഞാൽ പണിയാന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ ഫുള്ള് മറ്റേ ലോറി താവളം പോലത്തെ സ്ഥലങ്ങളാണ് ഫുള്ള് ഇവിടെ. ഫുള്ള് ലോറിപ്പണി കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ പോകും വഴിക്ക് 2 ആൾക്കാരാണ് കേട്ടാ. ഇവരാദ്യം നോക്കിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നേരെ കുടന്ന് നിർത്തിയിട്ട് ഇവർ ഹിന്ദിയിൽ എന്തൊക്കെ ചോദിക്കുന്നുണ്ടാ. അത് ചോദിച്ചപ്പോൾ ഹിന്ദി അല്ല മറ്റേ ബംഗാളി പോലത്തെ ഒരു ഭാഷയാണെന്ന് പറഞ്ഞു നടന്നേ. ഞാൻ ഹിന്ദി അറിയാമെന്ന് ചോദിച്ചു. ഞാൻ ഹിന്ദി അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ മലയാളിയാന്ന്. അങ്ങനെ നോക്കുമ്പോൾ അവർ മലയാളി അവിടെ നിന്ന്. പക്ഷെ അവർക്ക് ആദ്യം മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് ചോദിച്ചപ്പോൾ ഇവർ എവിടെയാണ് തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്ടാണ്. ഇവിടെ എന്തൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനും മോളും കൂടി വന്നിട്ട് നടന്നു. അങ്ങനെ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു അവിടുത്തെ ഏതൊരു സ്ഥലത്തേക്ക് പോകണ്ട, അവിടെ റോഡ് പണി നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ വിവരങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരില്ല. ഏത് സത്യമൊന്നും അറിയില്ല. ആദ്യം തന്നെ ഷീലോങ്ങിൽ എത്തട്ടെ. അവിടെ എത്തിയിട്ട് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് പിന്നെ പോകാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഫുള്ള് ലോറിപ്പണി. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. അധികം ദൂരം ഒന്നും വന്നിട്ടില്ല. ഇന്ന് കുറച്ച് ദൂരം വന്നിട്ടുള്ളൂ. ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 20-25 കിലോമീറ്റർ 30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അത്രേ വന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഗുവാഹട്ടിയിൽ നിന്ന് പോന്നിട്ട് ഒരു 15-20 കിലോമീറ്റർ ആകുമ്പോഴേക്കും മേഘാലയക്ക് എത്തിക്കാറുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്നാണ്. ബോർഡർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 4:30 ആയിട്ടില്ലാവുന്നുണ്ട്. ഇപ്പോൾ 4:30 കഴിഞ്ഞു. 4:45 ആകുമ്പോഴേക്കും നോക്കി ഇരുട്ടായി. കണ്ട ഫുള്ള് ഇരുട്ടായി തുടങ്ങി ഇവിടെ. അപ്പോൾ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കഴിഞ്ഞിട്ട് 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് പമ്പുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കയറ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ നിൽക്കാം. കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവിടെ കിട്ടിയില്ല. പിന്നെ വീണ്ടും കുറേ ദൂരം പോയിട്ട് അടുത്ത് പമ്പ് വരണേ. അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പോൾ തന്നെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല, കുറച്ച് ഇരുട്ടായിട്ട് ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവരും പണ്ടുകാരില്ല. പിന്നെ അപ്പം ഇവർ പറഞ്ഞു ഇവിടെ കട്ടിലോള് എടുക്കുന്നുണ്ട്. കണ്ട ഇവിടെ ഈ ലോറിക്കാർക്ക് കൊണ്ട് കട്ടിലോള് കൊണ്ടിട്ടുണ്ട്. കണ്ട 1, 2, 3 അതുമ്പോൾ കിടന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അടിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ തീട്ട ചാല് പോലത്തെ ചാല നോക്കി നിറച്ച് കൊതുകാണ് അതിൻ്റെ ഉള്ളിൽ. ആകെ കൊതുവിൻ്റെ 5 കളി ഇവിടെ. ആദ്യം നേരെ ഇരിക്കുമ്പോൾ ആകെ കൊതു അടിച്ചുകൊണ്ട് പരിചയം തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുട്ടാനാട് ഇടുന്നുണ്ട് യാത്ര കഴിഞ്ഞാൽ അവിടെ ടെൻ്റ് അടിക്കാനപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചു വന്നു. ഇവിടെ ടെൻ്റ് അടിക്കാൻ പോലെ ലോറി വന്നിട്ട് കയറ്റി കൊണ്ടുപോകും. അപ്പോൾ അവിടെ തന്നെ അടിക്കാൻ പറ്റും നോക്കണം. ഇതിപ്പോൾ ഇവിടെ സമ്മതിച്ചില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കുഴപ്പമില്ല. ഇത് ഭാരത് പെട്രോളിയം, അത് ഇന്ത്യൻ ഓയിലും. പക്ഷേ ഇവിടെ ഹോട്ടലൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാൻ. ഞാനൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നല്ല അവർ നമുക്കൊരു സ്വീകരണം പോലെ നടന്നു ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ മറ്റേ ഇവർ കഴുത്തിലൊരു ഇതൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ BJP ഓരോ ആൾക്കാർ അങ്ങനത്തെ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് നടന്നു. അവിടെ നിന്ന് പരിപാടി നടന്നു അവരെ കിട്ടുന്നത്. ഞാനതിൻ്റെ മുകളിൽ ചാർജ് ചെയ്യാൻ വന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ ഫോൺ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ വെച്ചത്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അങ്ങനെ ഇവിടെ ഈ കണ്ടാമൃഗമാണ് മെയിൻ ആസാമിൽ. അപ്പോൾ ആസാമിൻ്റെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബോർഡർ ആണ്. ഈ ആസാം ഓയിലിന് ഇതിലാണ്. ഇത് ഇന്ത്യൻ ഓയിലിനല്ല ആസാം ഓയിൽ എന്നാട്ടാ ഇതിലുള്ളത്. കണ്ടാമൃഗത്തിൻ്റെ എംബിളാണ്. എല്ലാ വീട്ടിൽ പോയി കഴിഞ്ഞാലും കണ്ടാമൃഗത്തിൻ്റെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആനേനെ വെക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോയ വീട്ടിലൊക്കെ ആളുടെ ഫ്രണ്ടിൻ്റെ ആനയല്ല കണ്ടാമൃഗം. ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ ഇങ്ങനെ കണ്ടാമൃഗത്തിൻ്റെ ചെറിയ രൂപങ്ങൾ ഫോട്ടോകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് പരിപാടി മക്കളെ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ പരിപാടി സെറ്റായിട്ട് ഇന്ന് ഇവിടെ ടെൻ്റ് അടിക്കണം. ഇനി ആളാണ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ भाई इधर के पेट्रोल का कितना है? पेट्रोल का कितना? 94 है. केरला में 110 है, 10 समथिंग है.
അങ്ങനെ. അപ്പോൾ ശരി, ഇനി ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ശരി. എന്താ പറയുക, ഒന്നിന് മറ്റേതായി കഴിഞ്ഞാൽ മറ്റേതിന് വെള്ളമൊന്നും അറിയില്ല. അതേപോലെ ഞാൻ ആ പെട്രോൾ പമ്പിൽ പോയിട്ട് നടന്നിട്ട് അവിടെ കാണുന്നത്. ആ പെട്രോൾ പമ്പിൽ പോയിട്ട് അയാൾ ഇത്ര നേരം 4:30 തൊട്ടിട്ട് ഞാൻ ഈ 6:15 വരെ അവിടെ നിന്നു കേട്ടോ. ഒരു റൂമൊക്കെ തരാന്നുണ്ടെങ്കിൽ നിന്നിട്ടുണ്ടായിരുന്നു. റൂമല്ല, ടെൻ്റ് അടിക്കുക സ്ഥലമൊക്കെ തരാന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു വന്നിട്ട് പുള്ളി എന്നോട് സംസാരിച്ചിരുന്ന ആൾ പോയി. വേറെ ആൾ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്ന്. ഈ സ്ഥലമില്ല, ഇത്ര വലിയ പെട്രോൾ പമ്പ് സ്ഥലമില്ല എന്ന്. നേരെ ഓപ്പോസിറ്റ് ഉള്ളത് കാരണം ബാഗുണ്ട്. ഇതിവിടെ പെട്ടെന്ന് ഇരുട്ടാവും ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ നേരെ ഇവിടെ ഓപ്പോസിറ്റ് വന്ന് ഇയാളോട് കാര്യം പറഞ്ഞു. ഇയാൾ പറഞ്ഞു അപ്പുറത്ത് അവിടെ ആ സൈഡിൽ അടിച്ചു തോന്നുന്നു. ഞാൻ പറഞ്ഞു ചാർജ് ചെയ്യാണ്ട് ക്യാമറയും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട്, അപ്പോൾ ഇവിടെ അടിക്കണമെന്ന് പറഞ്ഞു. അവിടെ ബാക്കിൽ ഹോട്ടൽ അതിൻ്റെ വഴിയാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ഈ നാഗാലാൻഡ് പോണ വണ്ടികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ എവിടെയെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും റിവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയില്ല. എപ്പോഴും ഇവിടെ പാർക്ക് ചെയ്യണമല്ലേ, ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നിട്ടുമ്പോൾ അവർ ശ്രദ്ധിക്കില്ല. അവർ സാധാരണ പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പണിയാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരു ലോറിക്കാരനും വന്നു. അയാൾ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ ലോറി ഇടണതാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു ഈ റൂം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണമെന്ന് ചോദിച്ചിരുന്നോട്. അങ്ങനെ ഈ റൂമിനുള്ള ഫുള്ള് പൊടി കിടന്നു കേട്ടോ. ഈ മേശ ഇതൊക്കെ ഇങ്ങോട്ട് കയറിയിട്ടൊക്കെ കിടന്നു. 2 നായ്ക്കൾ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കൂടി വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് വന്നു. 2 ചൂലെടുത്തിട്ട് അടിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ അടിച്ചു വരിക്കൊണ്ട് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ. ഞാൻ അതൊക്കെ അടിച്ചു വരികണ്ടില്ലേ, ഫുള്ള് അടിച്ചു വരികണ്ട് പറഞ്ഞു. സൈക്കിൾ പുറത്തേക്കാണ്, സൈക്കിൾ ഉള്ളിൽ വെച്ചാൽ പറഞ്ഞുകൊണ്ടോ. എന്നിട്ട് എൻ്റെ അടിച്ചൊന്നും ഈ സാധനമൊക്കെ ഇത് മൊത്തം ഇവിടുന്ന് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നത്, ഇങ്ങനെ വി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് നായ്ക്കൾ കയറുന്നേരം ഇതൊക്കെ നല്ല പേര് തള്ളിയിട്ട് നീങ്ങണ്ട, എന്ത് വെയിറ്റാൻ വെച്ചിട്ട് അങ്ങനെ ഇതൊക്കെ തള്ളി നീക്കിയിട്ട് ഇതൊക്കെ അടിച്ചു വരികയുണ്ട്. ഒരു ടെൻ്റ് അടിച്ച് കിടന്നു പറഞ്ഞു. കണ്ടില്ലേ അവിടെ ചൊക്കടി സ്വഭാവം ചെയ്തേണ്ടതിന് നമുക്കൊരു ഉപകാരങ്ങൾ ഏത് വഴി കൂടെ വരണം മനസ്സിലായില്ലേ. ഈ നേരത്ത് ഇപ്പോൾ വേറെ പമ്പില്ല ഞാൻ വിട്ടു ഞാൻ എന്തിട്ട് ചെയ്യുക. സൈക്കിളുമ്പോൾ ലേറ്റ് പോയില്ല, വേറെ അടുത്തേക്ക് പോകണമെന്ന് വെച്ചാൽ 10 ഞാൻ നേരത്തെ പറഞ്ഞു 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത പമ്പ് വരുന്നത്. 8 കിലോമീറ്റർ ഉണ്ട് കഴിഞ്ഞാൽ അടുത്ത പമ്പ് വരുന്നത്. എന്തും ചെയ്യും ഭാഗ്യം അറിയില്ലേ. അങ്ങനെ പെട്ടെന്ന് നേരത്ത് ഓരോ ഉണ്ണാക്കന്മാരുണ്ടാവും. അതിന് മുന്നേ വന്ന ആൾ നല്ല ആളുണ്ട്. ആൾ ടെൻ്റ് അടിച്ചോന്നൊക്കെ പറഞ്ഞതാ. ആൾ പറഞ്ഞായിരുന്നു 1 ഇരുട്ടായി കഴിഞ്ഞാൽ ടെൻ്റ് അടിച്ചോന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ 4:45 നമ്മൾക്ക് ഇരുട്ടായി തുടങ്ങും. അപ്പോൾ അത് പറഞ്ഞാൽ ഒരു 6 മണി 6:30 ടൈമിൽ അടിച്ചോന്നു. ഞാൻ 6 മണിക്ക് ചോദിച്ചിട്ട് ഭാഗ്യമുണ്ട്. എന്നിട്ട് അവിടുന്ന് കുറച്ച് നേരം പറഞ്ഞു അവിടെ അടിക്കണം പറഞ്ഞ് നടത്തിയിട്ട് ദിവസം ഓരോ വെക്കില്ലായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞു വീട് വെക്കാനില്ല ടെൻ്റ് അടിക്കാനല്ലേ ചോദിച്ചേ. അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ 1.5 മണിക്കൂറോടെ ഇരിക്കേണ്ട കാര്യമുണ്ട്, പറ്റില്ല ആദ്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ. എന്നിട്ട് ഇങ്ങോട്ട് പോയി. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് കുശുമ്പ് വേണ്ടിയിട്ടാ. ഇനി അവിടുത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞവർക്ക് തരാൻ തന്നിട്ട് നേരെ വൈകി തരണമൊക്കെ പറഞ്ഞിട്ട് സാധനം. ഇപ്പോൾ ഇവിടെ തന്നത്തെ കാര്യം സെറ്റായിൻ്റെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഹോട്ടലുണ്ട്. എൻ്റെ ബാക്കിൽ ഈ വഴി പോയി കഴിഞ്ഞാൽ ഹോട്ടലാണ്. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറ്റുന്നത് കഴിക്കാൻ ഹോട്ടലാ.